എന്റെ പേര് സരശ്മ ഹരീന്ദ്രനാഥ്. കോഴിക്കോട് ബേപ്പൂരാണ് എന്റെ സ്വദേശം. ഈ ഒരു ടീം സക്സസിന്റെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എനിക്ക് വരാനും നിങ്ങളോടൊപ്പം കൂടാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് റുക്കിയ മേഡാണ്. റുക്കിയ മേഡത്തിനോട് ഈ അവസരത്തിൽ എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച്, അതായത് മാഡം എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഒരുപാട് തവണ ഈ ഒരു ടീമിൽ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ ആളുകൾക്ക് ഒരു പുതിയ അറിവായും പഴയ ആളുകൾക്ക് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും. കാരണം നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചോ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടൊന്നും വന്നൊരു വ്യക്തിയല്ല. ഒരു ദിവസം എന്റെ ചേച്ചിയാണ് എന്നോട് പറയുന്നത്, സോപ്പും പേസ്റ്റും വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 2,10,000 കിട്ടുന്നു പറഞ്ഞു. ഈ 2,10,000 സോപ്പും പേസ്റ്റും വാങ്ങി കിട്ടുന്നു പറഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും ചിരിയാ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്ന രീതിയിൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചുണ്ടാവുന്ന ഒരു പ്രശ്നം. എനിക്ക് ചിരിയാ വന്നത്, തമാശയായിട്ടൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ ചേച്ചീനെ ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഹസ്ബൻഡ് നാട്ടിലില്ല, ഏട്ടൻ നാട്ടിലില്ലാത്ത ചേച്ചിക്ക് അറിയുന്നതല്ലേ, അതുകൊണ്ട് എനിക്കിത് പറ്റൂല, അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എന്തായാലും അവൻ വിളിക്കുന്ന സമയത്ത് ഒന്ന് സംസാരിച്ചതിന് ശേഷം നീ പറയ്, അല്ലാതെ ഇത് അങ്ങനെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊന്ന് ഏട്ടനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഏട്ടൻ വിളിച്ച സമയത്ത് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഒരു കോമഡി പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പൊ എന്താ എന്റെ കോമഡി എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സോപ്പും പേസ്റ്റും വാങ്ങി ഉപയോഗിച്ചാൽ 2,10,000 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ എന്നോട് ചോദിച്ചു, അതിലെന്താ കോമഡി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല സോപ്പും പേസ്റ്റും വാങ്ങി ഉപയോഗിച്ചാലേന്ന്. അപ്പൊ പറഞ്ഞ്, നാട്ടില് സോപ്പും പേസ്റ്റും വിറ്റിട്ട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതെനക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അപ്പൊ തമാശയാക്കിയിട്ട് കാണണ്ട, ചേച്ചിയല്ലേ പറഞ്ഞത്, എന്തെങ്കിലും കാര്യമില്ലാതെ എന്നോട് വന്ന് പറയില്ല. അതായത് പറഞ്ഞ ആളിലുള്ള വിശ്വാസം കൊണ്ട് എന്നോട് പറഞ്ഞു, അപ്പൊ അങ്ങനെ ഒരു ഇത് തമാശക്കൊന്നും പറയൊന്നുമില്ല, നീ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക്, വീടിന് 4 ചുമരുകൾക്കുള്ളിൽ ഇരിക്കുന്നതിലും ബെറ്റർ പുറത്തേക്ക് ഇറങ്ങി 4 ആളെ കണ്ട് സംസാരിക്കുന്നതിലല്ലേ. അപ്പൊ അതുകൊണ്ട് നീ ഒന്നത് കേട്ടു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹസ്ബൻഡിന്റെ, ശരിക്കും പറഞ്ഞാൽ പെട്ടു എന്നുള്ളതാണ് എനിക്ക് അന്നപ്പോ തോന്നിയത്. ഹസ്ബൻഡിന്റെ ആ ഒരു ഇത് കേട്ട സമയത്ത്, ഈശ്വര ഇനി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത എനിക്കും വന്നു. അങ്ങനെ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഓക്കെ ഞാൻ റെഡിയാണ്, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നീ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കോഴിക്കോടേക്ക് വന്നാൽ മതി, എനിക്ക് തന്നെ ഒന്ന് കാണണം, സംസാരിക്കണം, എന്താന്ന് പറഞ്ഞു തരേണ്ടതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, അതുകൊണ്ട് നീ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ആക്കി തരാന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എന്തായാലും പോവല്ലേ, നാണം കെടണ്ട, കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ട് എന്നാ പോണട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയത്. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് ഗ്രേഡ് ലീഡർ, CTC ലീഡർ ധനീഷ് മാധവൻ സാറിനെയാണ്. സാറിന്റെ ഒരു MPSന്റെ ഓഫീസ് ഉണ്ട് അന്ന് കോഴിക്കോട്, അവിടേക്കാണ് എന്നെ കൂട്ടിയിട്ട് പോയത്. അവിടെ പോയി എന്നോട് ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ്, അതിലെ നമ്മളെ ഇൻകം പ്ലാന്, അതുപോലെ നമ്മളെ പ്രോഡക്റ്റിനെയൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഒന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ല ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും തിരിഞ്ഞില്ല. സാധാരണ ഒരു വീട്ടമ്മ, അങ്ങനെ ആരോടും സംസാരിക്കൂല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചു കേട്ട് പോരും, ചീത്ത കേട്ടാലും ചിരിച്ചു കേട്ട് പോരും, അല്ലാതെ തിരിച്ചു പറയാൻ അറിയാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒക്കെ കേട്ടു, സാറ് പറഞ്ഞ് ഒക്കെ കേട്ടു എന്നല്ലാതെ എനിക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് അതിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. കാരണം എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ സാറ് പറഞ്ഞതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അത് സ്ട്രൈക്ക് ചെയ്ത സമയത്ത് സാറോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇതിൽ കുറച്ച് പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു ഓക്കെ നീ എടുത്തോ. അപ്പൊ ഞാൻ പറഞ്ഞ, എന്നാ എനിക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു 95 വേണം, കവചപ്രാവശ്യം വേണം, അതുപോലെ വൂണ്ട് ഹീലിംഗ് വേണം, സോപ്പ് വേണം, ബ്ലഡ് പ്യൂരിഫയർ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ലിസ്റ്റ് ഇട്ടേങ്ങാട്ടി സാറോട് അത് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു ഓക്കെ ഇതൊക്കെ തരാം. അപ്പത്തേക്ക് എന്താ പറയാ, മനസ്സിൽ എടുപൊട്ടി എന്ന് പറഞ്ഞാൽ സാറിന്റെ മുഖമൊക്കെ അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്നോട് പറഞ്ഞു, നീ ഒരു ID ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, ഒന്ന് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചേച്ചി രജിസ്റ്റർ ചെയ്തല്ലേ, എനിക്ക് അതിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു അങ്ങനെ തരാൻ പറ്റൂല. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാല്,
അല്ല എന്റെ ഐഡിയിൽ നിനക്ക് എടുക്കുകയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നിനക്കത് വാങ്ങണമെങ്കിൽ എന്റെ ഐഡി കിട്ടിയില്ലേ നിനക്ക് വാങ്ങാൻ പറ്റൂല. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ, ശരിയാണ്, എനിക്കത് വാങ്ങണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കടയിൽ പോയിട്ട് വാങ്ങണമെങ്കിൽ എനിക്ക് ഐഡി ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ. അപ്പൊ ആ ഒരു ചിന്ത ശരിക്കും അന്ന് എനിക്ക് അറിയില്ല, മംഗലാപുരത്തും കൊച്ചിയിലും മാത്രമേ ഇതിന്റെ ഓഫീസ് ഉള്ളൂ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഏതെങ്കിലും പീടികയിലൊക്കെ പോയാൽ കിട്ടിയായിരിക്കും ഐഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ ചിന്താഗതിയിലാണ് ഞാൻ ഐഡി അടിച്ചത്. അപ്പൊ ഐഡി അടിച്ചു, ഞാൻ ആ സാധനം വാങ്ങിച്ച് ഇറങ്ങുന്ന സമയത്തൊന്ന് തിരിഞ്ഞു നിന്നിട്ട് സാറോട് പറഞ്ഞു, സാറിന് എന്നോട് വിഷമമൊന്നും തോന്നരുത്, ഇത് ബിസിനസ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വേറെ രീതി ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റൂല, എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ, കാരണം എല്ലാവർക്കും അറിയാം നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് മാത്രം മതി നമുക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമായിട്ട് എന്നുള്ളത്. അപ്പൊ സാറോട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റൂല സാർ. അതിനുള്ള കുറച്ച് റീസൺ ഞാൻ പറഞ്ഞു. ചെറിയ കുട്ടികളാണ് ഉള്ളത്, പിന്നെ സാർ എനിക്ക് സാർ സംസാരിച്ചതുപോലെ സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും ചിരിച്ചിട്ട് പോരാനേ എനിക്കറിയാം, തിരിച്ചു പറയാൻ പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉള്ള ആളാണ് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് എനിക്കിത് പറ്റൂല, അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ചെറിയ മക്കളാണ്, പിന്നെ ആണെങ്കിൽ പ്രധാനമായിട്ടും പറയണേ ഹസ്ബൻഡ് നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു വലിയൊരു പ്രശ്നമാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നീ ഐഡിയിൽ പർച്ചേസ് ചെയ്ത് വാങ്ങി ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു അഗ്രിമെന്റിലാണ് ഐഡി അടിച്ചതും സാധനം വാങ്ങിച്ചതും ഒക്കെ. ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകനുണ്ടായ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനത് വാങ്ങിച്ചത്. കാരണം നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം എന്റെ മകന് 9 മാസമായ സമയത്ത് അവന്റെ മേല് കൊതുക് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഴുക്കുകയും പഴുത്തു കഴിഞ്ഞാൽ പൊട്ടി ഒലിക്കുക, കറുപ്പ് നിറം വരിക, അങ്ങനെയായിട്ട് അവനെ ശരിക്കും പറഞ്ഞ ഒരു ഡ്രസ്സ് ഇടിയിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഊരി എടുക്കണമെങ്കിൽ ഓരോ പാർട്ടായിട്ട് തുണി പൊന്തിച്ചു നോക്കി ഇങ്ങനെ മെല്ലെ മെല്ലെ ഊരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് പൊട്ടി ഒലിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പോകുന്ന അവസ്ഥ വരിക. ഒരു 3-4 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഡോക്ടർ പറയാണ്, ഇത് എന്താണ് കുട്ടിക്ക് അലർജി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. അവിടെ കൊണ്ടുപോയി അവിടുന്ന് ഇനി ചെയ്യാത്തൊരു ടെസ്റ്റും ഇല്ല. 9 മാസമായ കുട്ടിയാണ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് പല റിസൾട്ടുകൾ വന്ന്, പക്ഷെ എന്താണ് അവന്റെ ഈ അലർജി എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥ. അവരോട് ചോദിക്കാൻ പറയും ചിലപ്പോൾ ഫുഡിലായിരിക്കാം. ഈ 9 മാസമായ കുട്ടിക്ക് നമ്മൾ എന്ത് ഫുഡാ കൊടുക്കുക? പിന്നെ ഞാൻ കരുതി ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇനി പാല് കൊടുക്കുന്നത് കൊണ്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നമാണായിരിക്കും എന്ന് കരുതി ഞാനും ഒരുപാട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഈ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടും ഇവന്റെ ഈ ഒരു സിറ്റുവേഷനിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആകെ വിഷമാവുക എന്ന് വെച്ചാൽ ഇത്രയും വലിയ വിഷമനില്ല. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇനി കയറി ഇറങ്ങാത്ത ഒരു ഹോസ്പിറ്റലുകളും ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് കുറച്ച് കഴിഞ്ഞ സമയത്ത് അവന്റെ മേല് മൊത്തം തിണർത്ത് പൊന്താൻ തുടങ്ങി. ഈ പൊന്തല് വന്നിട്ടുണ്ടെങ്കിൽ മേല് നിറയെ പുഴു അരിച്ചതുപോലെ ഇങ്ങനെ തിണർത്തങ്ങ് പൊന്തും. ഇത് പൊന്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ചയോളം ഇതേ സിറ്റുവേഷനിൽ തുടരും. അങ്ങനെയാണ് ഒരു ദിവസം രാത്രി പെട്ടെന്ന് കുട്ടി കരഞ്ഞ സമയത്ത് നമ്മൾ തലയിൽ ഒന്ന് തലോടി നോക്കിയ സമയത്ത് തല നിറയെ മുഴയായിട്ട് വന്നു. രാത്രിയിൽ പെട്ടെന്ന്, അതായത് ഈ രാത്രിയിൽ കുട്ടി കരയുന്ന സമയത്താണ് ഈ തലയിൽ ഈ മുഴയായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്കറിയാം രാത്രി നമ്മൾ എന്ത് ഡ്രസ്സിലാണോ ആ ഡ്രസ്സോടൊക്കെ ഓടുന്ന സിറ്റുവേഷൻ ആയിരിക്കും പിന്നെ അങ്ങോട്ടുള്ളത് മുഴുവൻ. ഒരു രാത്രി പോലും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. എപ്പോഴാണ് ഇത് സംഭവിക്കാന്ന് അറിയാത്തത് കൊണ്ട് പേടിച്ചിട്ടാ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് 7 വർഷത്തോളം എന്ന് പറയാ വേണമെങ്കിൽ. അത്രയും കഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയപ്പോ എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്തു. ഞാൻ അത് മകന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മകന് കൊടുക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ സാറോട് വിളിച്ചു ചോദിച്ചു. അതായത് ധനീഷ് സാറ് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്പർ വാങ്ങും, സേവ് ചെയ്യും, നമുക്ക് വേണ്ട ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ സാറെ വിളിച്ചു, സാറോട് ചോദിച്ചു, സാറേ ഞാൻ 95 വാങ്ങിയത് എന്റെ മകന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഇതിന്റെ മുകളിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു കോഷൻസ് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ എന്റെ മകന് കൊടുക്കുന്നത്. അപ്പൊ സാറ് ചോദിച്ചു, അല്ല അങ്ങനെ ഉണ്ട് അതില്, പക്ഷെ അത് ലീഡർ കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കോൺഫിഡന്റ് ആണ്, കാരണം മരുന്ന് കഴിച്ച് അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് എന്റെ മകന് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അത് വിശ്വാസം ഉള്ളത് കൊണ്ട്
എനിക്കിത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ സാറ് പറഞ്ഞു നീ കോൺഫിഡന്റ് ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അവന് 95ഉം, അതായത് 95 കൊടുക്കാഞ്ഞാൽ പകുതി കൊടുക്കും, നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ പകുതി അടച്ചു വെക്കുക ചെയ്യാം. അങ്ങനെ ഞാൻ അവന് അത് കൊടുക്കാൻ തുടങ്ങി. ബ്ലഡ് പ്യൂരിഫയർ, കവചപ്രാശം ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവന്റെ സ്കിന്നിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ആരും ഇല്ല. പെട്ടെന്ന് രാത്രി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ കൊണ്ടുപോകാനൊന്നും ഒരു ഇതുമില്ല. അതുകൊണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ആർക്കും വണ്ടി ഓടിക്കാനും കൊണ്ടുപോകാനും അങ്ങനെ ആ ഒരു വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല, വണ്ടിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റീസും ഇല്ല. അങ്ങനെ ആയപ്പോ വീട്ടിൽ താമസിച്ച് 1 വർഷമായപ്പം നമ്മളത് വാടകയ്ക്ക് കൊടുത്തിട്ട്, എന്റെ വീട് കുന്നമംഗലാണ്, കുന്നമംഗലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. രാത്രി ആവുന്ന സമയത്ത് ഇങ്ങനെ പൊന്തുമ്പത്തേക്ക് 2 ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാര് വണ്ടിയിൽ എടുത്തിട്ട് അവര് കൊണ്ടുപോവുക. അതായത് 10-ാം മൈലില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ വളവ് തന്നെ അവിടെ കൊണ്ടുപോകും രാത്രി. അവിടെ മോൻ പറയാ സൂചി ഡോക്ടർ എന്നാണ്. കാരണം അവിടെ ചെന്ന അന്നേരം അവൻ ഇഞ്ചക്ഷൻ വെക്കും. ഇഞ്ചക്ഷൻ വെച്ച് 1 മണിക്കൂർ അവിടെ നിന്ന് കഴിയുന്ന സമയത്ത് അത് തലയിലുള്ളത് അങ്ങോട്ട് കുറയും. അത് കുറഞ്ഞു കഴിയുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്രയും നമുക്ക് എന്താ പറയാ, ജീവിതത്തില് ഒരു 6 വർഷം ഉറക്കം നഷ്ടപ്പെട്ട അമ്മയും മോനുമായിരുന്നു ഞങ്ങള്. കാരണം എപ്പോഴാണ് എന്താ സംഭവിക്കാന്ന് അറിയാത്തത് കൊണ്ടുള്ള. അതിൽ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് എന്താ പറയാന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാല് ദൈവം നേരിട്ട് കൊണ്ട് തന്നതാണോ അതോ നമ്മൾ പറയും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിച്ച പ്രോഡക്റ്റ്. പക്ഷെ കയ്യൊപ്പ് മാത്രമാണോ എന്നുള്ളത് കൂടെ സംശയമായി പോകും. കാരണം അത്രയും നമ്മളെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളതെല്ലാം. പിന്നെ അതില് എന്താ പറയാ, ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിട്ട് മോൻ ഈ ഒരു കളി കളിക്കുന്ന സമയത്ത് തന്നെ എനിക്കും ചെറിയൊരു പ്രശ്നം വന്നു. അംബിലിക്കൽ ഹെർണിയ വന്നു. ഇത് നമ്മൾ ഇരുന്നോണ്ടിരിക്കുമ്പോ നമ്മളെ മുന്നിലിരിക്കുന്ന ആൾക്ക് കാണാം ഇത് പൊന്തി വരുന്നത്. അപ്പൊ ഈ നമ്മളെ കൈ വെച്ച് ഉള്ളോട്ട് തള്ളി കൊടുത്തിട്ടുണ്ട്, അത് ഉള്ളിലേക്ക് അങ്ങ് പോകും. അപ്പൊ വേദന അങ്ങ് നിൽക്കും. അത്രയും ബുദ്ധിമുട്ടായ സമയത്താണ് അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ മോനാണ് ഇങ്ങനെ കളിക്കുന്നത്, എല്ലാം കൂടെ ബുദ്ധിമുട്ടുള്ള ആ ഒരു സമയത്ത് എനിക്ക് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതില് അതായത് നമ്മൾ ആ സമയത്ത് PPSഉം അതുപോലെ തന്നെ അംബിലിക്കൽ ഹെർണിയയും ഒരുപോലെ ചെയ്യാം, അത് ലാപ്രോസ്കോപ്പിയൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്നതും ഒക്കെ. അപ്പൊ അഡ്മിറ്റ് ആയി, എല്ലാ ടെസ്റ്റും കാര്യം കഴിഞ്ഞ് അഡ്മിറ്റ് ആയി. അതിനുശേഷം ബോർഡിലേക്ക് കയറ്റുന്ന സമയത്താണ് ഡോക്ടേഴ്സ് വന്ന് പറയുന്നത് ഇയാൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റൂല. ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചെയ്യുന്ന സമയത്ത് ഈ മിഷ്യൻ ഇറങ്ങിപ്പോയാൽ ആൾക്ക് ജീവഹാനി സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അതായത് മസിൽ ലൂസ് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരാം. അതുകൊണ്ട് തന്നെ ഓപ്പൺ സർജറിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ബോർഡിൽ കയറിയിട്ട് ഈ കാര്യം പറയുന്ന സമയത്ത് സത്യം പറയണം എന്ത് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോ. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒന്നും നോക്കരുത്, ഇത്ര വരെ നമ്മൾ എത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ അങ്ങ് സൈൻ ചെയ്ത് കൊടുത്തേക്ക്, അത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഗൈനക്കോളജിയാണ്, ഒരേ സമയത്ത് ഗൈനക്കോളജിയും ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സർജറി വിഭാഗത്തിലുള്ള ഡോക്ടറും ഇത് ചെയ്യുന്നുണ്ട്. 8 ദിവസം ഞാൻ കിടത്തത്ത് കിടന്ന് രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു എന്റേത്. 8ാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റു, നടക്കാനൊക്കെ തുടങ്ങി, വലിയ കുഴപ്പമില്ലാതെയായി. പക്ഷെ എന്റെ സ്കിന്നില്, അതായത് ഇത് സ്പൈനൽ കോഡിലേക്ക് നേരിട്ടാണ് ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്റെ തലച്ചോറിലേക്ക് ഇതായി, അത് ബ്ലഡിലേക്ക് കലർന്നിട്ട് എന്റെ ശരീരം മുഴുവൻ കറുപ്പ് നിറയിപ്പോയി. എനിക്ക് ആ ഒരു ഓപ്പറേഷത്തിന് ശേഷം നമ്മളെ ഹോർമോണിൽ ഒരുപാട് ഇംബാലൻസ് ഒക്കെ വരും. അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എവിടേക്കും പോകാൻ താല്പര്യമില്ല. വീടിനുള്ളിൽ തന്നെ സ്കിന്നിലൊന്നും ആ ഒരു കറുപ്പ് കുറച്ചൊക്കെ പോയി എന്നല്ലാതെ, എന്നാലും ആ ഒരു ലെവലില് എനിക്ക് വല്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ മോൻ ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് എനിക്ക് തോന്നി ഇനി ഞാനും ഒന്ന് നോക്കാം. അങ്ങനെ സാറോട് ഞാൻ പറഞ്ഞു, സാറേ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ള ഒരാളായിരുന്നു, അപ്പൊ ഞാൻ എന്ത് പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ സാർ എന്നോട് പറഞ്ഞത് 95ഉം അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് പ്യൂരിഫയർ, വെൽഹാർട്ട്, ഈ 3 പ്രോഡക്റ്റ് നീ ഒന്ന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഡെയിലി ഡീടോക്സും സജസ്റ്റ് ചെയ്തു. അത് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഞാൻ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ സത്യം പറയാം, ഞാൻ എന്തിനാണോ ഉപയോഗിച്ചത് എനിക്ക് അതുക്കുമുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ഞരമ്പ് നന്നായിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ.
അങ്ങനെ ആ ഒരു തൂങ്ങി നിൽക്കുന്ന ആ ഒരു ഞരമ്പുകൾ ഉള്ളിടത്തില് എനിക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതെങ്കിൽ എന്റെ വെരിക്കോസ് വെയിനിലും വ്യത്യാസം വന്നു. കാരണം 10-25 മക്കളെ ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് റോഡില് ഒരുപാട് തവണ ഇരുന്നിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴുള്ള മാനസികാവസ്ഥ ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ആ ഒരു പ്രായത്തില് റോഡിൽ ഇരിക്കാന്ന് പറയാം, അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്റെ വെരിക്കോസ് വെയിന്റെ വേദന കൊണ്ട് എനിക്കുണ്ടായത്. പക്ഷെ അതും കൂടെ എനിക്ക് അതിൽ റിക്കവർ ആയിട്ട് കിട്ടി. അപ്പൊ അത്രയും റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കൂല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. സാറേ എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ അറിയില്ല, ഞാൻ സംസാരിക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ പ്രോഡക്റ്റ് സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഈ റിസൾട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നീട് ഇങ്ങനെ എല്ലാവർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ അന്ന് സ്കൂളിൽ മക്കളെ കൊണ്ടാക്കാൻ പോണ സമയത്ത് എന്നെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന, അതായത് ഞാൻ അവിടെ MTA അല്ല നമ്മളെ CPTയിലും MPTയിലും എല്ലാത്തിലും സജീവമായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ആരോടും അങ്ങനെ മിണ്ടൂലെന്നേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് എന്നിലുള്ള മാറ്റം അവര് കണ്ടതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റുകൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവര് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറയും, അവര് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാല് പിന്നീട് ഞാൻ തോരാതെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുക ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ട്, അമേസിങ് റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രശ്നം തീർന്നു. രണ്ടാമത് പറഞ്ഞ ഒരു പ്രശ്നമായിരുന്നു കുട്ടികളെ പ്രശ്നം. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് വന്ന് അന്ന് മലബാർ എന്നിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കളെ കൂട്ടിയിട്ട് 2 കൈയിലും ഒരുപോലെ ബൈനറി സിസ്റ്റം പോലെ പിടിച്ചിട്ടാണ് ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ എത്തുക. സ്കൂളിൽ നിന്ന് നേരിട്ട് അവരെ ചില സമയത്ത് സ്കൂളിലെ മുക്കും മൂലയും അറിയുന്നതുകൊണ്ട് ചില സമയത്ത് ലേറ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി ഇങ്ങോട്ട് അവിടുത്തെ ബാത്റൂമിൽ തന്നെ കയ്യും കാലൊക്കെ കഴുകിച്ചിട്ട് അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും അവിടുന്ന് വാങ്ങിച്ചു കൊടുത്ത് വേഗം വണ്ടി കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് മാറ്റിയിട്ട് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ അവരെ ബൈനറി സിസ്റ്റം പോലെ അവരെ 2 കൈയിലും പിടിച്ചിട്ട്, ചെറിയ കുട്ടികളാണ്, അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോവുക. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയാ, ഒരുപാട് കുറച്ച് കഴിയുമ്പോഴത്തേ മക്കളെ സ്ഥിതി നമുക്കറിയാം. അവർക്ക് പ്രശ്നങ്ങളായി, വിശക്കുന്ന്, ദാഹിക്കുന്ന്, ഉറക്കം വരുന്ന്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് അവരെന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അവരെ ശരിക്കും പറഞ്ഞാല് മക്കള് പറയും, നിലത്ത് വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവന്റെ കൂടെ വന്നിട്ട്. കാരണം അത്രയും നമ്മളെന്താ പറയാ, ഞാൻ അന്നപ്പോ ചിന്തിച്ചത് അന്നപ്പത്തെ മക്കളെ വിശപ്പിന് ചോറ് കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ ചിന്തിച്ചത്, നാളെ കിട്ടാൻ പോകുന്ന ബിരിയാണിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. അന്നപ്പത്തെ മക്കളെ വിശപ്പിന് ചോറ് കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ ചിന്തിച്ചത്, നാളെ കിട്ടാൻ പോകുന്ന ബിരിയാണിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ അതുകൊണ്ട് മക്കളോട് പറഞ്ഞ് ക്ഷമിച്ചിരിക്കണം, മക്കള് എന്റെ കൂടെ ക്ഷമിച്ചിരുന്നാല് നമുക്ക് നാളെ ബിരിയാണി വാങ്ങി കണ്ടിന്യൂസ് തിന്നാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അതുകൊണ്ട് മക്കള് ദയവ് ചെയ്തിട്ട് ക്ഷമിച്ച് എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നിർത്തിയതാണ് മക്കളെ. അത് ശരിക്കും പറഞ്ഞാൽ മക്കളെ ഞാൻ വേദനിപ്പിക്കുകയോ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവരോട് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ വളർത്തി കൊടുക്കുക ചെയ്തത്. ഞാൻ ആ സമയത്ത് അവിടെ വരുന്ന വാഹനങ്ങൾ എന്നെ സംബന്ധിച്ച് 4 ടയറിൽ ഓടുന്നതൊക്കെ കാറായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം കാറ് എന്ന് പറഞ്ഞോണ്ട് മക്കൾ ഇങ്ങനെ കാട്ടി കൊടുക്കുമ്പോൾ മക്കൾ പറയും അത് ഇന്ന ബ്രാൻഡാണ്, അത് ഇന്നതാണ്. മക്കൾ ഓരോന്നോരോന്നായിട്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും നമ്മളെ വീട്ടിലെത്തണമെങ്കിൽ മക്കളിപ്പോ അമ്മന്റെ കൂടെ നിന്നെങ്കിലേ ഉള്ളൂ ഇത് നാളെ നമ്മുടെ വീട്ടിലെത്തുള്ളൂ. അപ്പൊ കുറച്ച് വിശപ്പും ദാഹവും ഒക്കെ നമ്മൾ സഹിക്കണം, അതുകൊണ്ട് ഒന്നും പറയരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞ് അതായത് വലിയ വലിയ മാളുകൾ കാണിക്കും, നമുക്ക് നാളെ അവിടെ പോവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പൈസ അവിടെ പോവാന്ന് പറഞ്ഞ് ആ മാളുകൾ കാണിക്കുക, വലിയ വലിയ വീടുകൾ കാണിക്കുക, ഇതൊക്കെ ഇങ്ങനെ കാണിക്കാനൊക്കെ തുടങ്ങിയപ്പോ ഇവരുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ തുടങ്ങി. സ്വപ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയ സമയത്ത് ഇവരെന്നോട് പറഞ്ഞ കാര്യം, അമ്മ സ്കൂൾ വിട്ടിട്ട് ഞങ്ങളെ വീട്ടിലാക്കി പൂട്ടിയിട്ട് പോയിക്കോ, ഞങ്ങൾ വരുന്നില്ല, അമ്മ പോയിക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ ആയ സമയത്ത് ഞാൻ പൂട്ടിയിട്ട് പോകാൻ തുടങ്ങി. കാരണം പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് മക്കൾക്ക് അങ്ങനെയാവും അങ്ങനെ ചിന്തിക്കുന്നതിലും എന്താ പറയാ, ദരിദ്രനായിട്ട് ജീവിക്കുന്നതിലും നല്ലതല്ലേ കുറച്ചു കാലം പൂട്ടിയിട്ട് ഇങ്ങോട്ട് സമ്പന്നനാവാൻ പറ്റിയെങ്കിലും എന്നുള്ള ചിന്തയാ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പൂട്ടിയിട്ടിട്ട് ഞാനങ്ങ് പോകും. അങ്ങനെ ഞാൻ പോയി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ എന്താ പറയാ, മക്കളെ കാര്യത്തിലും തീരുമാനമായി. മക്കൾക്ക് ഡ്രീം കൊടുക്കാൻ തുടങ്ങി. നമ്മളെപ്പോഴും പലരും പറയുന്ന കാര്യം, എനിക്ക് കുട്ടികളുണ്ട്, ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് പറ്റൂല.
അവനാന് പറ്റൂലെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ മക്കളെ മേലെ വെറുതെ നമ്മളൊരിത് കൊടുക്കുന്നത്? കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതിനെ മക്കളൊരു കാരണമാക്കി മാറ്റുക. മക്കള് സ്കൂളിൽ പോകുമ്പോ ഞാന് വേണം, എന്നെ കണ്ടില്ലേ പ്രശ്നമാണ്. മക്കള് വരുമ്പോ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് മറ്റേ പണിയുണ്ട് ഇതുണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയും. മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവരെ ലൈഫിൽ അവരെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക്, അവരാരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട പണി, അതായത് കുട്ടികളെ ഒരു കാരണമാക്കി മാറ്റരുത് ദയവ് ചെയ്തിട്ട്. കാരണം അവർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾക്ക് അവരുടെ ഉള്ളിൽ ഡ്രീം വളർത്തുക, സ്വപ്നങ്ങൾ വളർത്തുക. അത് വളർത്തിക്കഴിഞ്ഞാൽ അവര് നമ്മളോടൊപ്പം ഇന്നും ഒരു തണലായിട്ടും നമ്മളെ കൂടെ തന്നെ അവരുണ്ടാവും. ആ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എന്റെ വലിയ മോനോട് ഞാൻ പറയും, ഇങ്ങനെ ഐഡിയ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരച്ചു കൊടുക്കും. ഞാൻ കിട്ടുന്ന ഡീറ്റെയിൽസ് ഞാൻ അവന് കൊടുത്തിട്ട് വരച്ചു കൊടുത്ത് സെറ്റാക്കി ലാപ്പിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് പോകും. ചെറിയ മക്കളാണ്, നമ്മക്കറിയാത്തതിന്റെ അപ്പുറത്തേക്ക് അവർക്കറിയാം. അവന് ഐഡിയ എല്ലാം അവർ സെറ്റാക്കി തരും. അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങൾ അവരും ചെയ്തു തരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അങ്ങനെ കുട്ടികളുണ്ട് എന്നുള്ള, അതായത് കുട്ടികളെ ഒരു പ്രശ്നം പറഞ്ഞ് അതും അവിടെ തീർന്നു കിട്ടി. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് നാട്ടിലില്ല, അതുകൊണ്ട് എനിക്ക് പറ്റൂല. ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത പ്രവാസികളുടെ ഭാര്യമാർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം മാത്രം മനസ്സിലാവുക, നമ്മൾ സേഫാ. അതായത് പ്രവാസിന്റെ ഭാര്യ എന്നും സേഫാ. നമുക്ക് ചുറ്റുവട്ടവും ഒരൊറ്റ CCTV അല്ല ഉണ്ടാവുക, ഒരുപാട് CCTV ഉണ്ടാവും. നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ആരെ കൂടെയാണ് പോകുന്നത്, വീട്ടിൽ ആരൊക്കെ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്രവാദി ഒരു കള്ളനും നമ്മൾ എടുത്തു കൊണ്ടുപോകില്ല. 24 hours അവര് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ, നമ്മൾ സേഫാണ്. ഇത് നമ്മൾ തിരിച്ചറിയാം, അല്ലാതെ ഇതിൽ നെഗറ്റീവ് ഒന്നും കാണണ്ട. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതാണ്. കാരണം ഞാൻ സേഫാണെന്നും, കാരണം എവിടെ പോയാലും അപ്പം ആളറിയും ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടാ ഞാൻ ചോദിക്കാതെ പോലും ഇല്ല. കാരണം അങ്ങനെയാണ് ഈ ലോകം. അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ സ്റ്റാർട്ടിങ്ങില് ഈ പറയുന്നതൊക്കെ ഇപ്പോഴാട്ടോ, സ്റ്റാർട്ടിങ്ങില് കരയുക ചെയ്യുക അത് കേൾക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടാ സത്യം പറയാലോ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്താ ചെയ്യാം. അപ്പൊ അങ്ങനെ എന്താ ചെയ്യാന്ന് ചോദിച്ച സമയത്ത് ഏട്ടനോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പലതും കേൾക്കേണ്ടതായിട്ട് വരും. ഇത് കേട്ട് മോങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നും കൊണ്ടു തരൂല നിനക്ക്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊള്ളണം. അതല്ലാതെ ഈ പറയുന്നവന്മാരോട് 1000 രൂപ നീ പോയി കടം ചോദിക്ക്, നാളെ തൊട്ട് ഓൻ എന്റെ മുന്നിൽ കൂടെ വരൂല. ശരിക്കും അന്ന് അത് പറഞ്ഞ സമയത്ത് ഞാൻ ഇതിനി ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ നിർത്തിയില്ലെങ്കിൽ അവര് പറയുന്ന ഒരു ഡയലോഗ് എന്തായിരിക്കും, എന്തായിപ്പോ ഞാൻ അന്ന് അത് പറഞ്ഞതുകൊണ്ട് ഓളിപ്പോ പൊരയിൽ അടങ്ങിന്ന് പറയും അല്ലേ. അവര് പറഞ്ഞത് ശരിയാവും, പക്ഷെ അന്ന് അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പിന്നെ പറയുന്ന എന്താ, ഈ പറഞ്ഞ ആളുകളെ നാവ് കൂടെ പറയുന്ന ഒരു കാര്യമാണ്, ഓള് രക്ഷപ്പെട്ടേ, ഓള് ഭയങ്കര സംഭവം. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് അവര് പറഞ്ഞത് അവരെ നാവ് കൊണ്ട് തന്നെ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ പറഞ്ഞതും കേട്ട് പത്തിയും മടക്കിയും കട്ട് വീട്ടിൽ കുത്തിരിക്കലല്ല. പക്ഷെ അതിൽ എനിക്ക് കോൺഫിഡൻസ് തന്നത് എന്റെ ഹസ്ബൻഡാ. അതിന് എനിക്ക് എന്താ പറയാ, നമ്മൾ പറയും വിവാഹം ഒരു ലോട്ടറിയാണ്, അടിച്ചില്ലേ പോയി. എന്നെ സംബന്ധിച്ച് എനിക്ക് ലോട്ടറി അടിച്ചതാണ് എന്റെ വിവാഹം എന്ന് പറയുന്നത്. ഞാൻ അത്രയേറെ സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം ഒരു തണലായി എന്നും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ തുറന്നു പറയാനും അതിനുള്ള സൊല്യൂഷൻ തരാനും ഒക്കെ കഴിവുള്ള ഒരാളെടുത്ത് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അത് വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഒരു ലൈഫ് കിട്ടിയതില്. അപ്പൊ അത്രയും അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പ്രശ്നവും അവിടെ തീർന്നു. പക്ഷെ ഇതൊക്കെ തീർന്നിട്ട് എന്ത് കാര്യം? പക്ഷെ ഈ ബിസിനസ് സീരിയസ് ആക്കി എടുത്തോന്ന് വെച്ചാൽ എടുത്തിട്ടില്ല. കാരണം ധനി സാർ വരും, പ്ലാനൊക്കെ പറയും, ഇതൊക്കെ ഇങ്ങനെ കേട്ടുകുത്തിരുന്നിട്ട് ഇതിലെ കേൾക്കും, ഇതിലെ അങ്ങോട്ട് വിടും, കൂടുതലൊന്നും ഉള്ളിലേക്ക് എടുക്കൂല. അങ്ങനെ സാർ ഒരു ദിവസം പറഞ്ഞു, ഒരു RTP ഉണ്ട്, നീ ഒന്ന് പങ്കെടുക്കണം. സാർ എത്ര രൂപയാന്ന് ചോദിച്ചു. എത്ര രൂപയാന്ന് ചോദിച്ച സമയത്ത് സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, 1200 രൂപയാന്ന് പറഞ്ഞു. 1200 രൂപ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ സാറേ എന്ന് പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്കിയത് പോലെയാ. ഓക്കെ സാറേ. അപ്പൊ സാറ് പറഞ്ഞു, എടാ ഞാൻ തമാശ പറഞ്ഞതല്ല, നീ ഒന്ന് വന്ന് പങ്കെടുക്ക്. നിനക്ക് 1200 രൂപ നഷ്ടമായിട്ട് ഫീൽ ചെയ്താല് നിനക്ക് ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങും, ഞാൻ നിനക്കത് തിരിച്ചു തരും. ആ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിന് പോയി കയറിയത്. ആ ഒരു പ്രോഗ്രാം പങ്കെടുത്ത് തിരിച്ചിറങ്ങിയ സമയത്ത് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു മാറ്റം. ഞാൻ സാറോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാരണം അത്രയേറെ ഞാൻ സാറോട് ഞാൻ പല പ്രാവശ്യം പറയുമ്പോഴും സാറോട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറോട് സോറിയൊക്കെ പറഞ്ഞു. സോറിയൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനമായിട്ട് ഒരു 50,000 രൂപേന്റെ പ്രോഡക്റ്റ് എടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോക്കുമ്പോ എന്താ, അത്രയും കാലം എന്നോടൊപ്പം ചെയ്യ്, ലിസ്റ്റ് ഇട്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നു പറഞ്ഞ എന്റെ പിന്നാലെ നടന്ന ധനീസാറെ കാണാനില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലീഡർ നമ്മളെ പിന്നാലെ നടന്ന് ലിസ്റ്റ് ഇടണം, അത് ചെയ്യണം, ഒരാളെ വിളിക്കണം, മീറ്റിംഗിൽ പങ്കെടുക്കണം, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കരുതും, അവർക്ക് എന്തോ ലാഭത്തിനാന്ന് വിചാരിക്കും. അല്ല, ഞാൻ വിചാരിച്ചതാ, എന്നോട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും ഓർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എനിക്കുണ്ടായ ചിന്താഗതിയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു അവസരം മനസ്സിലാക്കി ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താ, അത്രയും കാലം എന്റെ പിന്നാലെ നടന്ന ആൾക്ക് വേറെ ടീം സെറ്റായ സമയത്ത് ആൾ അങ്ങോട്ട് പോയി. ശരിക്ക് അനാഥയായി പോകുന്ന ഒരു അവസ്ഥയായി. പക്ഷെ അനാഥ കുട്ടികൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് വെല്ലി സാർ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പഠിക്കാൻ തയ്യാറായിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് മനസ്സിലായ ഒരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാല്, മുന്നേ ഞാൻ ഒരുപാട് ആളുകളോട് പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ചെയ്ത് സംസാരിച്ചു. പ്രോഡക്റ്റിൽ അത്രയുടെ കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എല്ലാരോടും സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചിരുന്നോണ്ട് എന്ത് ചെയ്തു, അവര് പ്രോഡക്റ്റ് ചോദിക്കാൻ ഞാൻ പറയും മംഗലാപുരം പോണം അല്ലെ കൊച്ചി പോണം എന്ന് പറയും. പ്രോഡക്റ്റ് കൊടുക്കൊന്നുമില്ല, ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർക്കത് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഉപ്പിടണ്ടോടത്തിൽ ഉപ്പിട്ടിട്ട് തന്നെ കൊടുത്താലോ ഉപ്പിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. അല്ലാതെ ഉപ്പ് എന്ന് എഴുതി കൊടുത്താലോ അല്ലെ പഞ്ചസാര എന്ന് എഴുതി കൊടുത്താലോ ടേസ്റ്റ് കിട്ടൂല. പക്ഷെ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ സത്യത്തിൽ എഴുതി കൊടുക്കുക ചെയ്തത് പഞ്ചസാര. പക്ഷെ അവർക്കത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, കിട്ടിയോടത്ത് പോയി വാങ്ങി ഉപയോഗിച്ചു. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ വേറെ ടീമിൽ അവര് വലിയ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്റെ ടീമിൽ വരേണ്ട ആളുകളെ ഞാൻ അവർക്ക് വേണ്ട സമയത്ത് പ്രോഡക്റ്റ് കൊടുക്കാത്തത് കൊണ്ട്, അതായത് പ്രോഡക്റ്റ് സ്റ്റോക്ക് ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. അവർ കിട്ടുന്നോടത്ത് പോയി വാങ്ങി ഉപയോഗിച്ചു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളടുത്ത് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ അവർ കിട്ടുന്നത് എവിടെയാണോ അവിടെ പോയി വാങ്ങി ഉപയോഗിച്ച് അവരെ ടീമിൽ അങ്ങ് പോകും. അതാർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. അപ്പൊ അതൊരു വലിയൊരു നഷ്ടമാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുത്തുപോയി. ഇപ്പോഴും ഒരു പ്രോഗ്രാമിൽ കയറി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ലീഡർമാര് പറയുന്നത് അവർക്കൊന്നും ഉണ്ടാക്കാനല്ല, നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം തെളിക്കാൻ തന്നെയാണ് അവർ നമ്മളോട് പറയുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് അവർക്ക് എന്തോ ഉണ്ടാക്കാനാന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവും. അപ്പൊ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആ സ്റ്റോക്ക് വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അത് പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആളുകൾ പറഞ്ഞത് സോപ്പും പേസ്റ്റും വിറ്റിട്ട് വേണം അപ്പൊ എനിക്ക്. കാരണം എന്റെ വീട്ടില് എന്റെ അച്ഛൻ, എന്റെ ഏട്ടന്മാര്, ഏടത്തിയമ്മമാര് എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽഡ് തെരഞ്ഞെടുത്താൽ പോയെന്നുള്ള ആ ഒരു ഇതായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തിന്റെ ആവശ്യത്തിനാണ് വീട് കയറിയിട്ട് പേസ്റ്റ് കൊടുക്കുന്നത്, സോപ്പ് കൊടുക്കുന്നത്, നിനക്കൊക്കെ പ്രാന്തുണ്ടോന്ന് വെച്ച്. പക്ഷെ എനിക്ക് എന്താ പറയാ, ഞാൻ ചെയ്തു. നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളെ പഠിക്കാൻ പറ്റും. അതായത് ഒരു 10 പേരെ എടുത്ത 10 പേർക്കും 10 സ്വഭാവമായിരിക്കും. അപ്പൊ നമുക്ക് ആളുകളെ പഠിക്കാൻ പറ്റും. ഒന്നത്. പിന്നെ നമുക്ക് അവരിൽ ഉണ്ടാവുന്ന അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെ രീതികൾ, അവരെ പ്രശ്നങ്ങൾ, അതൊക്കെ പഠിക്കാൻ പറ്റും. മാനേജ്മെന്റ് പഠിക്കാൻ പറ്റും ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇറങ്ങിയ സമയത്ത് എനിക്ക് ആ ഒരു
ക്വാളിറ്റിയും കൂടെ എനിക്ക് കിട്ടാൻ തുടങ്ങി. ആരോട് എങ്ങനെ സംസാരിക്കണം, എപ്പോ സംസാരിക്കണം. കാരണം നമ്മൾ എന്താ പറയാ, നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ആദ്യമൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, അവർക്ക് ഫീൽ ചെയ്യോ ഞാൻ സംസാരിച്ചാല്, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി ആളുകളെ പഠിക്കാൻ തുടങ്ങി, ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വരെ പഠിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റി. അത് ആ പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുമാണ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ അവിടെ നമുക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ആർക്ക് എപ്പം എങ്ങനെയാണ് ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്, അയാൾ എന്ത് ബുദ്ധിമുട്ടിനാണ് കൊടുക്കേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റിയപ്പോൾ മനസ്സിലായിട്ടുണ്ട് എനിക്ക്. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം. റീറ്റെയിലിംഗ് നിർബന്ധമാണ്. റീറ്റെയിൽ ചെയ്യുക, റിക്രൂട്ട്മെന്റ് ചെയ്യുക. അതായത് നമ്മൾ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ റിക്രൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. റിക്രൂട്ട് ചെയ്തതിന് ശേഷം അവരെ നിലനിർത്താനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നിലനിർത്തുകയും കൂടെ ചെയ്താൽ നമുക്ക് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ശരിക്കും നമ്മൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പലരും ചോദിച്ച ചോദ്യമാണ്, നിനക്ക് എന്താ PSC എന്തെങ്കിലും അപ്ലൈ ചെയ്തും കാട്ട്, നിനക്ക് എന്തെങ്കിലും ജോലി നേടിക്കൂടെ, നിന്റെ ഫാമിലിയിലൊക്കെ അങ്ങനെയല്ലേ, പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ ഏട്ടനോടും അതുപോലെ തന്നെ എന്റെ അച്ഛനോടുമാണ് ഞാൻ ചോദിച്ചത്. അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ഒരാളത് കട്ടിട്ടോ പിടിച്ചു വലിക്കാനോ ഒന്നുമല്ല പോണത്, സാധനം കൊടുത്ത് പൈസ വാങ്ങില്ലേ, ഇതല്ലേ കച്ചവടക്കാരും ചെയ്യുന്നത്, അതിന് എന്താ പ്രശ്നം, നീ ചെയ്തോ. ഞാൻ പറഞ്ഞല്ല, നിങ്ങളൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചതാന്ന് പറയും. അപ്പൊ ഇല്ല കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് ചെയ്തു പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് എന്റെ അച്ഛപ്പം മരിച്ചിട്ട് 4 മാസം ആള് ഈ മരിക്കുന്ന ആ ഒരു സമയം വരെ എന്ന് പറഞ്ഞോണം നമ്മളെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത്രയും മരുന്നുകൾ ഉപയോഗിക്കുന്ന ആള്, ഒരു 12 വർഷം മുന്നേ മരുന്ന് യൂസ് ചെയ്ത് തുടങ്ങിയ ആളെ സംബന്ധിച്ചിട്ട് എപ്പോ ക്രിയാറ്റിൻ ചെക്ക് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഡോക്ടർ പറയും ഇത്രയും മരുന്ന് യൂസ് ചെയ്യുന്ന ആള് ഒക്കെ ആയിട്ട് പോലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. യൂറിൻ പാസ് ചെയ്യുന്നതിൽ ഇഷ്യൂസ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. യൂറിഫ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഒരാളാ. കാരണം ഞാൻ പറയും, അല്ല ചിത്രമൊക്കെ യൂസ് ചെയ്താൽ പോരെ, നിർത്തിക്കാളി എന്ന് പറഞ്ഞാൽ എന്നോട് പറയും, എന്താ അതിന് പ്രശ്നം, ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നല്ല പ്രോഡക്റ്റ് അല്ലേ, പിന്നെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താല്, എനിക്കത് തീരുമ്പോഴത്തേക്ക് ഇനി എത്തിച്ചെന്നാൽ മതി എന്നുള്ള രീതിയിൽ അച്ഛന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാല് ഈ ആളുകൾ ചിന്തിക്കുന്ന ഒരു ഇതുണ്ട്, നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ എന്തൊക്കെയോ മുട്ട് മറക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് റിയാലിറ്റി അവർക്ക് മാത്രമേ അറിയൂ. കാരണം ഞാൻ കണ്ട ആളാണത്. കാരണം 15 ദിവസം വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ റൺ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ റോളിങ്ങിലേക്ക് മാറും. അടുത്ത ശമ്പളം കിട്ടുമ്പോൾ ആ റോളിങ് ചെയ്തത് ക്ലിയർ ചെയ്യും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റോളിങ് ആയിരിക്കും. പക്ഷെ അങ്ങനെയാണ് അതൊരു സിറ്റുവേഷൻ. ആളുകൾ കരുതുന്നത് അത് നമുക്ക് സേഫാണ്. പിന്നെ അതിൽ നമുക്ക് എന്താ പറയാ, നമുക്കതിൽ എന്താ പെൻഷൻ കിട്ടുന്നത് പറയും. ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചു, എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛന് കിട്ടിക്കൊണ്ടിരുന്നത് 50,000 ആയിരുന്നെങ്കിൽ ഇപ്പൊ അമ്മയിലേക്ക് അത് ട്രാൻസ്ഫർ ആയ സമയത്ത് അതിന്റെ പകുതിയേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി 3 തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സേഫാണ്. എന്നിട്ടും ആളുകൾക്ക് ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ച് ഈ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് നേരം വേണമെങ്കിലും, എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതിലൊരു ബ്യൂട്ടി ഫീൽ ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, നമ്മൾ ഏത് മേഖലയിലായാലും നമുക്കൊരു കൃത്യസമയം ഉണ്ടാവും. ആ കൃത്യസമയത്ത് നമ്മൾ പോകണം, ആ പറയുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റൂ. ഇന്നാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ഇന്ന് പഞ്ചിങ് ആണ്, കൃത്യസമയത്ത് പഞ്ച് ചെയ്യുന്നു, കൃത്യസമയത്ത് പഞ്ച് ചെയ്തിട്ടേ ഇറങ്ങാനും പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുടുംബം പോലും ഇല്ലാത്ത അവസ്ഥ വരും. എന്റെ ചേട്ടന്റെ വൈഫ്, അവരെന്ന് പറഞ്ഞാൽ അവർക്കൊരു ജോലി ഭയങ്കര ഡ്രീമായി, അവര് PSC ഒക്കെ എഴുതി അങ്ങനെ ജോലി കിട്ടിയിട്ട് പോയ സമയത്താണ് ഒരൊറ്റ മോളേ ഉള്ളൂ, അതിനെ നോക്കാനുള്ള സമയം അവർക്കില്ല. അവര് ജോലിയിൽ കയറിയ സമയത്ത് എന്ന് പറഞ്ഞാല് 1.5 മാസം പോലെ ഞാൻ കൊണ്ടുവച്ച് നോക്കുക ചെയ്തത്. ഞാൻ കൊണ്ടുവച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. പക്ഷെ ഈ അവളെയും കൊണ്ട് ഞാനിത് ചെയ്യും, പക്ഷെ അവർക്ക് അവളെയും കൊണ്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഞാനത് ഇവിടെ ഞാൻ അവരെ നോക്കൂ, അവരെ സമയത്തിന് അവർക്ക് വേണ്ടത് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. എന്റെ മക്കളെയും നോക്കൂ, അവളെയും കൂടെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത്ര പോലും അവർക്ക് എന്താ പറയാ, ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, കുടുംബം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമുക്കത് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
കാരണം എന്ത് എന്ത് തന്നെ പറഞ്ഞാലും അത് വലിയൊരു നഷ്ട. നമുക്ക് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി, നമ്മളെ കുട്ടികള്, നമുക്ക് സമയത്തിന് കല്യാണത്തിന് പോവാ, എന്തും ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് പലരും കരുതും എനിക്ക്, അതായത് എന്റെ ലീഡർ എന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലെ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു, കാര്യങ്ങൾ പഠിച്ചു വന്ന് അതുവരെ എന്റെ പിന്നാലെ നടന്ന ലീഡേഴ്സ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് ടീമായപ്പോ അവരെ അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, തുടക്കക്കാര് ലീഡർമാര് പിന്നാലെ നടക്കണ്ട, വേഗം പോയി കൈ പിടിച്ചോളുക, വിട്ടുകൊടുക്കുകയേ വേണ്ട. വിട്ടോ അവര് വേറെ ടീമിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അവർ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ലീഡേഴ്സ് ഇല്ല, ആരും ഇല്ല, സ്വന്തമായിട്ട് ഏറ്റെടുത്ത് പഠിച്ച് തന്നെ ഞാൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ബെന്നി സാറ് പറയുന്ന ആ ഒരു ഇതാണ് ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്. ചെറിയ ചെടികൾ സ്വന്തം വേര് ഉപയോഗിച്ച് വളവും വലിച്ച് ശേഖരിച്ച് ഉണ്ടായിട്ടുള്ള ചെടികൾ മാത്രമേ വൻ വൃക്ഷങ്ങളായിട്ടുള്ളൂ എന്ന് സാറ് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ സ്വയം ലീഡറായി നമ്മളെ ടീമിൽ നമ്മൾ ലീഡറായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ID സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ID എനിക്ക് എത്താൻ പറ്റി. ആ സമയത്താണ് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, അതായത് മക്കൾ ചോദിക്കും, അമ്മ പറയൂ കാറ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കാർ എവിടെ അമ്മയെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ 2021 എന്നുള്ള ഒരു വർഷം ഉണ്ടെങ്കിൽ, അന്ന് ഓണം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിന്റെ മുറ്റത്തൊരു വാഹനം ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ID STC ആയ സമയത്ത് ഞാൻ ബ്രാൻഡ് ന്യൂ ടാറ്റ ടിയാഗോ XT എന്ന് പറഞ്ഞ കാറ് ഞാൻ വാങ്ങിച്ചു, മക്കൾക്ക് കൊടുത്തു. പറഞ്ഞ സമയത്ത് നിന്ന് 1.5 മാസം, കാരണം 2019 കൊറോണ വന്നു, അതിനുശേഷം എല്ലാ മേഖലയും തകർന്ന് തരിപ്പണായ സമയത്താണ് ഈ പറയുന്ന വാഹനം ഞാൻ ഇറക്കുന്നത് 2021. സാധാരണ വീട്ടമ്മയായി ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. അങ്ങനെ ഞാൻ ആ ഒരു വാഹനം ഇറക്കി, മക്കളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ മക്കൾ എന്നും എന്നോടൊപ്പം നല്ല ഹെൽപ്പായിട്ട് തന്നെ അവർ നിൽക്കും. അവര് ശരിക്കും പറഞ്ഞാൽ അവരെ ഉത്തരവാദിത്വം ഉള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. കാരണം ചെറിയ മോനെ വലിയവനോട് പറയും നോക്കണം, ചെറുതിനോട് പറയും ഏട്ടനെ നോക്കണേ എന്ന് പറയും. അപ്പൊ പരസ്പരം അവർക്ക് ഉത്തരവാദിത്വം ഉള്ളവരാക്കി മാറ്റിയത് കൊണ്ട് തന്നെ അവർ ഇന്നും അവരെ കാര്യങ്ങൾ നോക്കും. രാവിലെ പോകുമ്പോ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാനങ്ങ് പോകും. അവര് വേണ്ടത് അവര് കഴിച്ച്, അവര് സ്കൂൾ വിട്ട് വന്നാൽ അവരെ ഡ്രസ്സ് അവര് വാഷ് ചെയ്ത്, അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത്, കഴിച്ച പാത്രം കഴുകി വെച്ച് എല്ലാം സെറ്റാക്കി അവർക്ക് അത് ഇന്ന് ശീലമായി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്താ പറയാ, പറയുന്ന വാക്ക് പാലിക്കാൻ നമുക്ക് പറ്റണം. അത് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയുന്നത് അതുക്കും മുകളിൽ നേടിയെടുക്കാൻ പറ്റാവുന്ന ഇൻഡസ്ട്രിയാണ്. അത് മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയാൽ വലിയൊരു വൈകൽ തന്നെയായിപ്പോ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ടീമിനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ജൈത്രയാത്ര. ഇപ്പൊ സെക്കൻഡ് ID വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയാറുണ്ട്, ലീഡേഴ്സ് പറയും ഹോം മീറ്റിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് ഈ ഇൻഡസ്ട്രിയിൽ സക്സസ് ആവാൻ എന്ന് പറഞ്ഞാൽ ചിലര് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൽ GTS, ടീം മീറ്റിംഗ്, ഹോം മീറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. RTP, 2 day വർക്ക്ഷോപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചിലര് ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. നമ്മൾ ഈ GTS കാര്യങ്ങളോ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാതെ RTPയിലേക്കൊക്കെ നേരിട്ട് പോയി കയറുന്ന ആളുകളും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് കണ്ണു കെട്ടിയ അവസ്ഥ എന്ന് പറയും. കാരണം ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് പോകുമ്പം നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹോം മീറ്റിംഗ് നിർബന്ധമായിട്ടും ചെയ്യാം. കാരണം എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഒരിത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അതിനെ കുറിച്ചിട്ട് ബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, അനിയത്തി ആയിരിക്കാം, മരുമകളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് എന്താ, ഞാൻ പറയുന്നത് കേൾക്കാൻ അവർക്ക് തയ്യാറായിക്കൊള്ളുന്നില്ല. പക്ഷെ ചിലര് പറയും എന്റെ വീട്ടിലൊന്നും അറിയണ്ട കേട്ടോ, ഞാൻ ചെയ്തോളാം. പക്ഷെ എത്ര കാലം നമ്മൾ കൊണ്ടു നടക്കും?
നമ്മൾ അവരെ വീട്ടിലൊന്നും അറിയാതെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് അവരെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പം അപ്പൊ പറയും അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാമരായാൽ മടിയിൽ വെക്കാൻ പറ്റൂല. ഇത് പുറത്തേക്ക് അറിയുന്ന ഒരു സമയം വരുമ്പോ വീട്ടിൽ നിന്ന് പറയാം ചെയ്യരുത്, ഇതിന് പോകരുത് എന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഇത്രയും കാലം നമ്മൾ ഓടി ഒരു ലീഡർ ഉണ്ടാക്കി ആ ലീഡർ പിന്നെ ഇല്ലാത്തൊരവസ്ഥയായിട്ട് നമ്മളെ സമയം വേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ വീട്ടിൽ അറിഞ്ഞിരിക്കണം. അത് അറിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യാം. അതായത് ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവര് നമ്മളെ വീട്ടിലേക്ക് വരും, എന്റെ വീടിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. ഇവര് നമ്മളെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കാനോ അല്ലെങ്കിൽ അവിടെ വൃത്തി ഉണ്ടോ നോക്കാനോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും തിന്നാനോ വരുന്നവരല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളെ വീട്ടിലുള്ള ആളുകളെ കൂട്ടിയിരുത്തി കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കും. അവരത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ടോട് കൂടി നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഹോം മീറ്റിങ്ങുകൾ നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹോം മീറ്റിംഗ് ചെയ്യാന്നുള്ളത്. പിന്നെ GTSകൾ പങ്കെടുക്കുക, വൺ ഡേ ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുക. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന കോൺഫിഡൻസ് അത് വേറൊരു ലെവലാണ്. അപ്പൊ നമ്മൾ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതായത് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഹസ്ബൻഡ് വിദേശത്താന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിന് യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. യൂറിക് ആസിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം വന്നു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിലും 1.5 മാസം 2 മാസം കിടന്നുകൊടുത്ത് കിടക്കും. ഗൾഫിലാണെങ്കിലും സെയിം കണ്ടീഷൻ. പക്ഷെ ഗൾഫിലാകുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് പൈസ നമുക്ക് അയച്ചു തരും, നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായത് നമ്മള് ഡിപ്പെൻഡ് ചെയ്യുന്ന ആള്, നമ്മളെ വരുമാനം ആരാണോ ആ ആള് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യമൊക്കെ കഷ്ടത്തിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും എന്താ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പോവാൻ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നല്ല രീതിയിൽ 10-21 വയസ്സ് വരെ ഒരു അല്ലലും പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ജീവിച്ചു പോന്ന നമ്മള് ഇങ്ങനെ വയ്യായും പ്രശ്നങ്ങളും വന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാത്ത സിറ്റുവേഷൻ. അതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രീന്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ തന്നെയാണ്. കാരണം നമ്മളില്ലെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും, നമുക്ക് ഇൻകം മുടങ്ങാതെ കിട്ടും. ഈ ഒരു കാര്യം മനസ്സിലായ സമയത്താണ് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്താണ് അവിടെ വെച്ചിട്ട് നമ്മളെ ബെൽനി സാറ് സംസാരിച്ചു. അതുപോലെ പ്രസാദ് സാറ് സംസാരിച്ചപ്പോൾ സാറ് ചോദിച്ച കാര്യം, അതായത് നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വൈഫിനോ നിങ്ങളെ മക്കൾക്കോ ആ ജോലി പോയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് കേട്ട പാടെ തന്നെ ആൾക്ക് ടെൻഷൻ തുടങ്ങി. ടെൻഷൻ തുടങ്ങിയ സമയത്ത് ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, പോയിട്ട് ഞാനൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ റിസൈൻ ചെയ്ത് തിരിച്ചു പോരും, നമുക്കിത് സീരിയസ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നാണെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഹൈ റിസൾട്ടും കിട്ടുകയും ചെയ്തു. യൂറിക് ആസിഡിന്റെ പ്രശ്നം പിന്നീട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ കിടന്നു പോകുന്ന അവസ്ഥ പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയപ്പോ എല്ലാത്തിലും കോൺഫിഡൻസ് ആയി. അതായത് നമ്മളെ പ്രോഡക്റ്റിൽ കോൺഫിഡൻസ് ആയി, നമ്മളെ ഇൻകം പ്ലാനില്, നമ്മളെ മാനേജ്മെന്റില് എല്ലാത്തിലും കോൺഫിഡൻസ് ആയ സമയത്ത് ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓരോന്ന് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ, കാരണം നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. എനിക്ക് അടുത്ത ആഴ്ച ഇന്ന സാധനം വേണം, അല്ലെ എനിക്ക് ഇത്ര പൈസ വേണം, ഞാൻ അതിന് ടാർഗറ്റ് വെക്കും, ഞാൻ അതിനു വേണ്ടി പണിയെടുക്കും. അപ്പൊ ആ രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നാൽ എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം ഇത്രയും നേരം ഞാൻ 6 മണിക്ക് കയറിയിട്ടുണ്ട്, ആ സമയം തൊട്ട് സംസാരിക്കാൻ തുടങ്ങി 6:50 വരെയായി. പക്ഷെ എനിക്ക് എന്നിട്ടും സംസാരിച്ച് തീർന്നിട്ടില്ല. ആദ്യം സംസാരിച്ച് എന്താ പറയാ, എന്ത് സംസാരിക്കുന്നു ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ എനിക്കിന്നിപ്പോ ആ സംസാരിച്ച് തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അത് ഈ ഇൻഡസ്ട്രീന്റെ പവറാണ്. കാരണം നമുക്ക് എന്താ പറയാ, ഹെൽത്തും വെൽത്തും എല്ലാം ഒരുമിച്ച് കിട്ടാവുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രീന്റെ പവർ മനസ്സിലാക്കി നമ്മളോടൊപ്പം കൂടി നിന്നുകൊണ്ട്
ഒരുപാട് നേട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരിക്കൽ കൂടി എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത റുക്കിയ മാഡത്തിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരോടും എനിക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് അവസരം തന്നതിന് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.